ഹലോ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന സാധനമാണ് എനിക്ക് ഇന്നലെ വന്ന ഓർഡർ. ഇതൊരു ഡയപ്പർ ബാഗാണ്. നല്ല അടിപൊളി മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ഡയപ്പർ ബാഗാണ്, നിറച്ച് കമ്പാർട്ട്മെന്റ്സുമായിട്ട്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. എൻ്റെ പഴയ ഡയപ്പർ ബാഗ്, അതായത് ജാനിക്കുട്ടൻ ജനിച്ച സമയത്ത് വാങ്ങിച്ച ഡയപ്പർ ബാഗ് ഇതാണ്. ഇതിനെക്കാട്ടിലും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കമ്പാർട്ട്മെന്റ്സ് ഇല്ല എന്നുള്ളതായിരുന്നു കേട്ടോ. ഈ ഒരു ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫീഡിംഗ് ബോട്ടിൽ വെക്കുന്നവർക്ക് വെക്കാം. അതെല്ലാം ഞാൻ മെഡിസിൻ ഒക്കെയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ ആണ്, ഇത്രേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് അമ്മമാർക്ക്, അതായത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ലല്ലോ ഡയപ്പർ ബാഗ്, അമ്മമാരുടെ സാധനം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ യൂസ് ചെയ്യാൻ നേരത്തെ ഇത് ശരിക്കും പറ്റത്തില്ല. നമ്മളെല്ലാം കൂടി ഒരു വലിയ ബോക്സിനകത്താണ് ഇടുന്നത്, വലിയ കമ്പാർട്ട്മെന്റിലാണ് നമ്മളെല്ലാം കൂടി ഇടുന്നത്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ വാരി വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടൈമായി. എന്തായാലും കുഞ്ഞിന് ഒരു 5 വയസ്സ് വരെ നമുക്ക് കുഞ്ഞിൻ്റെ കുറേ സാധനങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ക്യാരി ചെയ്യേണ്ടി വരും. നമ്മൾ അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതാ ഞാൻ ഇതിലേക്ക് വന്നത്. മറ്റതിൻ്റെ മെറ്റീരിയൽ പോലെ ഇത് കുറച്ച് വാട്ടർ പ്രൂഫാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ആണ് പോകുന്നതെങ്കിൽ നമ്മുടെ സാധനം വെക്കാൻ വേറൊരു ബാഗ്, കുഞ്ഞിൻ്റെ സാധനം വെക്കാൻ വേറൊരു ബാഗ്, അതിനെക്കാട്ടിലും ഒത്തിരി നല്ലതാണ് നമ്മുടെ സാധനം വെക്കാനും ഒരു ബാഗ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ വലിയൊരു കമ്പാർട്ട്മെന്റും ഉണ്ട് കേട്ടോ. ഓക്കെ, കേട്ടോ. അയ്യോ, ഇത് ഞാൻ ഇപ്പോഴാട്ടോ കണ്ടത്. ഞാൻ മുമ്പേ തുറത്തൊക്കെ നോക്കിയെങ്കിൽ ഇത് ഞാൻ കണ്ടില്ല. ഇതുവഴി, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ വെച്ചിട്ട് ഉടുപ്പൊക്കെയാണ് നമുക്ക് ഇതുവഴി എടുക്കാം. അയ്യോ, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കമ്പാർട്ട്മെന്റ്. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം വലിയ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോണോ ഒക്കെ വെച്ച് നമുക്ക് തോളത്തിട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ നമുക്ക് തുറന്നിട്ട് എടുക്കാമില്ല. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഫുൾ സാധനം തുറക്കണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് കിട്ടിയൊരു സാധനമാണ്. കുറച്ചധികം സാധനങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും. അപ്പം ദിസ് ഈസ് ഓൾസോ ഫോർ ന്യൂ മോംസ്. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഈ നമ്മുടെ ഷോൾഡർ ഇതൊക്കെ ഇത് ഫുള്ളൊരു തുണി ടൈപ്പ് ആയിരുന്നു. നനവായിരുന്നു കേട്ടോ. നനവായിരുന്നു ഇൻ ദ സെൻസ് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തേക്ക് വീണാൽ ആവും. പിന്നെ വൈപ്സിന്ന് ചിലപ്പോൾ ആവുമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് വലിയതാണ്. കുറേ സാധനങ്ങൾ കൊണ്ടുപോവാ. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് വർഷ ഫൈൻസിലെ. ഇത് ബേബി ഫൈൻഡ് ഞാൻ പറയുന്നില്ല, ഇത് മോം ഫൈൻഡ് ആണ് കേട്ടോ. അമ്മമാർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് ഗൈസ്.